ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാവിലെ 2 സവാളയും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തിനാണെന്നോ, നമുക്കൊന്ന് സവാള മസാലത്തോരൻ റെഡിയാക്കി എടുക്കാം. എല്ലാവരും പറയുന്നു സവാള മസാലത്തോരൻ നല്ല ടേസ്റ്റാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇത് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തേക്കാൻ വളരെ ഈസി ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കണേ. അപ്പോൾ ഞാൻ സവാള കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഇതിന് ഇവിടെ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിൽ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടിക്കാം. പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടിയാണ്. ഇത് 3ഉം കൂടി നമുക്കൊന്ന് ചതച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈവിടാതെ നിന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ സവാള നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി മസാലയൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മസാലയുടെയൊക്കെ പച്ചമറമാണെന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇടാനായി ഒരല്പം തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ച് നമുക്കൊന്ന് അടച്ച് 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് തേങ്ങയെല്ലാം നന്നായിട്ട് ചൂട് പിടിച്ച് വരും. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂട് പിടിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അവസാനം ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാള മസാലത്തോരയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും പിശുക്ക് കാണിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.